ടി വി കണ്ടാൽ പോരെ, എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഇടിക്കാൻ പോകുന്നത്? കുഞ്ഞുങ്ങളെ വോട്ടുള്ളവരാണോ പോകുന്നത്? 1.5 വയസ്സുള്ള കുഞ്ഞിന് വോട്ടില്ലല്ലോ. എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളിൽ ഇങ്ങനെ തിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരും? ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഒരു സൂപ്പർ സ്റ്റാറിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം. അത് രാഷ്ട്രീയം വേറെ, സൂപ്പർ സ്റ്റാറിനും വേറെ. അപ്പോൾ കഴിഞ്ഞ 2 യോഗങ്ങളിലും വലിയ ആൾക്കൂട്ടം വന്നു. അപ്പോൾ ആ ആൾക്കൂട്ടം വരുമ്പോൾ അതനുസരിച്ചുള്ള ആൾക്കൂട്ടം ഇവിടെയും വരും. അപ്പോൾ പരിമിതമായ സൗകര്യങ്ങൾ അത്രയും ആൾക്കൂട്ടം വന്നാൽ വിഷമമാകുമെന്നുള്ള ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് നേരത്തെ ഉപയോഗിക്കാമായിരുന്നു. ആളുകളുടെ ലോറികളെല്ലാം നമ്മളെ മലയാളികളുടെ ലോറികളൊക്കെ നാഗാലാൻഡ് രജിസ്ട്രേഷനാണ്. വണ്ടി കാണണ്ട, ഈ ഉടമസ്ഥൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയണ്ട. നാഗാലാൻഡിൽ അങ്ങ് ആരെങ്കിലും ഏജൻറ്റിനെ ഏൽപ്പിച്ചാൽ ഇവിടെ കിടക്കുന്ന വണ്ടി നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്ത് നമ്പർ പ്ലേറ്റിംഗ് ഇതിൽ കേന്ദ്ര സർക്കാർ തന്നെ അനുവാദം കൊടുത്തിരിക്കില്ലേ, നമ്മളെന്ത് ചെയ്യാൻ? അതിനകത്ത് അവർ തന്നെ ഓടിച്ചോളാൻ പറയുന്നത്. എന്നിട്ട് ആളെപ്പോലും കാണാതെ, വണ്ടി കാണാതെ, ഉടമസ്ഥൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാതെ, ഇത് ഫേക്കാണോ എന്നറിയാതെ അവിടെ നിന്ന് അങ്ങ് ഒരു ഫേക്ക് ആധാർ കൊടുത്താലും മതി. അവിടെ അല്ല, ആ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം. ഇത്രയധികം ആളുകൾ, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ അത്രയധികം ആളുകൾ വരുമെന്ന പ്രതീക്ഷ മറ്റ് സ്ഥലങ്ങളെല്ലാം വന്ന സ്ഥിതിക്ക് 10,000 പേര് വരും എന്ന് പറഞ്ഞല്ല ഒരുങ്ങേണ്ടത്. വലിയൊരു ജനസഞ്ചയം വന്നാൽ അവരെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനങ്ങളില്ലാതെ ഇത്തരം പരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കരുത്. അങ്ങനെ വരുമെന്ന് കണ്ടാൽ ആ പരിപാടി ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അത്രയധികം ആളുകളെ, അല്ലെങ്കിൽ ഒരു സമുദ്രത്തിൻ്റെ തീരത്തോ കടപ്പുറത്തോ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അത്രയധികം ആളുകളെ അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞ 2 യോഗങ്ങളിലും വലിയ ആൾക്കൂട്ടം വന്നു. അപ്പോൾ ആ ആൾക്കൂട്ടം വരുമ്പോൾ അതനുസരിച്ചുള്ള ആൾക്കൂട്ടം ഇവിടെയും വരും. അപ്പോൾ പരിമിതമായ സൗകര്യങ്ങൾ അത്രയും ആൾക്കൂട്ടം വന്നാൽ വിഷമമാകുമെന്നുള്ള ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് നേരത്തെ ഉപയോഗിക്കാമായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, അതായത് അതിനുശേഷം അദ്ദേഹം നൽകിയൊരു വിശദീകരണം, അല്ലെങ്കിൽ ഇത് അപകടത്തിന് എനിക്ക് ദുഃഖമുണ്ടെന്ന് പറഞ്ഞൊരു കുറിപ്പുണ്ട്. അത് പക്ഷേ മതിയായില്ല, അത് മാത്രം പോരായിരുന്നു എന്നുള്ളൊരു വിമർശനം പൊതുവിലുണ്ട്. അല്ല, അതിലൊന്നും ഞാൻ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. ഓരോരുത്തർ അവരവരെ കുറിപ്പെഴുതുന്ന അവരവരെ ഇഷ്ടത്തിനില്ലേ. നമ്മൾ ഇന്ന രീതിയിൽ അയാൾ കുറിപ്പെഴുതണം എന്നൊരാളോട് പറയാൻ പറ്റും. അത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. കാരണം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയൊന്നും ടി വി കണ്ടാൽ പോരെ, എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഇടിക്കാൻ പോകുന്നത്? കുഞ്ഞുങ്ങളെ വോട്ടുള്ളവരാണോ പോകുന്നത്? 1.5 വയസ്സുള്ള കുഞ്ഞിന് വോട്ടില്ലല്ലോ. എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളിൽ ഇങ്ങനെ തിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരും? ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഒരു സൂപ്പർ സ്റ്റാറിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം. അത് രാഷ്ട്രീയം വേറെ, സൂപ്പർ സ്റ്റാറിനും വേറെ. അതുപോലെ സാർ, ഇപ്പോൾ ഭൂട്ടാൻ വാഹനങ്ങൾ പോലെ തന്നെ ഡൽഹിയിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ നമ്മൾ വാഹനങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നൊരു സാഹചര്യം. ഇപ്പോൾ എങ്ങനെയാണ് നിരത്തുകളിൽ അതിനുവേണ്ടിയുള്ള പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തടസ്സമില്ല. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് ഏത് സംസ്ഥാനത്തെ വണ്ടിയും എവിടെയും ഓടിക്കാം എന്നാണ്. പണ്ട് പിന്നെയും പല വാർത്തകളെങ്കിലും നിറയും, ഏത് അന്യ സംസ്ഥാനത്തെ വണ്ടി ഇവിടെ ഓടിക്കുന്നതൊക്കെ. ഇപ്പോൾ എല്ലായിടത്തും ഓടിക്കാം. പിന്നെ BH രജിസ്ട്രേഷൻ ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. ആ രജിസ്ട്രേഷൻ വന്നാൽ 3 സംസ്ഥാനങ്ങളിൽ നമുക്ക് ജോലിയോ ബിസിനസ്സോ ഉണ്ടെങ്കിൽ നമുക്ക് BH രജിസ്ട്രേഷൻ എടുക്കാം. ഇന്ത്യയിൽ എവിടെയും ഉപയോഗിക്കാം. ഒരു സംസ്ഥാനത്തെ ടാക്സ് അടച്ചാൽ മതി. ഇതിപ്പം അങ്ങനെയൊന്നും നമുക്ക് തടയാൻ പറ്റില്ല. കാരണം ഈ കോവിഡിന് ശേഷം ഈ വണ്ടികൾ, വെള്ളം കയറിയ വണ്ടികളൊക്കെ ഉണ്ട്. അല്ല, കോവിഡിന് ശേഷം വെള്ളപ്പൊക്കങ്ങളൊക്കെ വന്ന സ്ഥലങ്ങളിൽ ആ വക വണ്ടികളൊക്കെ നിസ്സാര വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ടൊന്ന് മറിച്ച് വിൽക്കുന്ന പരിപാടിയുണ്ട്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ധാരാളം വണ്ടികൾ കേരളത്തിൽ വരുന്നുണ്ട്. ചിലരിങ്ങോട്ട് മാറ്റുന്നുണ്ട്, ചിലർ മാറ്റുന്നില്ല. ഈ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് ഇതെല്ലാം വാഹൻ സൈറ്റിലാണ് വരുന്നത്. ഇന്ത്യ എന്ന് പറയുന്നൊരു കൺട്രി ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ടാക്സ് നഷ്ടപ്പെടുന്ന ബസ്സുകളും നാഗാലാൻഡ് രജിസ്ട്രേഷൻ ബസ്സുകൾ, നാഗാലാൻഡ് രജിസ്ട്രേഷൻ ലോറികൾ, ഇവിടെയൊക്കെ ഉള്ള ആളുകളുടെ ലോറികളെല്ലാം നമ്മളെ മലയാളികളുടെ ലോറികളൊക്കെ നാഗാലാൻഡ് രജിസ്ട്രേഷനാണ്. വണ്ടി കാണണ്ട, ഈ ഉടമസ്ഥൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയണ്ട. നാഗാലാൻഡിൽ അങ്ങ് ആരെങ്കിലും ഏജൻറ്റിനെ ഏൽപ്പിച്ചാൽ ഇവിടെ കിടക്കുന്ന വണ്ടി നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്ത് നമ്പർ പ്ലേറ്റിംഗ് ഇതിൽ ഇതൊക്കെ അരാജകത്വം സൃഷ്ടിക്കും. ഇത്തരം വാഹനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവുമോ? അല്ല, നമുക്ക് നടപടി എടുക്കാൻ പറ്റും. നാഗാലാൻഡ് വണ്ടി ഓടിയാൽ നമ്മളെന്തോ ചെയ്യും? ഓടാമെന്ന് നിയമത്തിൽ വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ട് വണ്ടി പോലും കാണാതെ നാഗാലാൻഡിൽ നിന്ന് വണ്ടി ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബോഡി കോഡൊക്കെ ഉണ്ട്, അതെല്ലാം ആളുകൾ ഇവിടെ പാലിക്കുന്നു. നമ്മൾ കൃത്യമായി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരത് പാലിക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ പാലിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാലിക്കാതെയും ബോഡി ചെയ്ത് കൊടുക്കുകയില്ലേ വണ്ടി? ഇതൊന്നും പാലിക്കാതെ വണ്ടി ബോഡി ചെയ്ത് നാഗാലാൻഡിൽ നിന്ന് വരികയാണ്. നാഗാലാൻഡിൽ രജിസ്ട്രേഷൻ നമ്മൾ രജിസ്ട്രേഷൻ അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. നികുതി അടച്ചിട്ടുണ്ട് നാഗാലാൻഡിൽ. പക്ഷേ വണ്ടിയുടെ അളവും കാര്യങ്ങളൊക്കെ തെറ്റ്. അപ്പോൾ ആളുകൾ എന്താണ് ചെയ്യുന്നത്? തെറ്റായ ബോഡി കോഡിന് വിരുദ്ധമായി തെറ്റായ രീതിയിലുള്ള വണ്ടികൾ വാങ്ങി ഓടിക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ അനുവാദം കൊടുത്തിരിക്കില്ലേ, നമ്മളെന്ത് ചെയ്യാൻ? അതിനകത്ത് അവർ തന്നെ ഓടിച്ചോളാൻ പറയുന്നത്. എന്നിട്ട് ആളെപ്പോലും കാണാതെ, വണ്ടി കാണാതെ, ഉടമസ്ഥൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാതെ, ഇത് ഫേക്കാണോ എന്നറിയാതെ അവിടെ നിന്ന് അങ്ങ് ഒരു ഫേക്ക് ആധാർ കൊടുത്താലും മതി. അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം വണ്ടി. ഇല്ല, അതിലൊന്നും നമ്മൾ അഭിപ്രായം പറയാം. അതൊക്കെ ഈ കസ്റ്റംസ് എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ കീഴിലുള്ളതല്ല. കസ്റ്റംസിൻ്റെ കാര്യങ്ങൾ കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പത്രസമ്മേളനം വിളിച്ച് പറയുന്നുണ്ടല്ലോ, അതൊക്കെ കേട്ടാൽ മതി. അവർ പറയുന്നു, അവർ എണീച്ച് ഓടുന്നു, അതൊക്കെ അവർ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളാം. നമുക്ക് അതിനകത്തൊരു റോളില്ല, അതിലൊന്നും ഒരു റോളില്ല. ഇല്ല, അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്. അതൊക്കെ അവർ കോടതി തെളിയിക്കുന്നു വെച്ചോളും. അവരങ്ങനെ കേസ് വരുമ്പോൾ ഈ നാട്ടിലെ അഡ്വക്കേറ്റന്മാരുണ്ട്, മിടുക്കന്മാരെ,
അവർ കോടതിയെ തെളിയിക്കും. അപ്പോൾ കോടതി പറയും എന്താ വേണ്ടതെന്ന് പറയും, അതനുസരിച്ച് അല്ലെ നമ്മളിതിനകത്തൊന്നും അഭിപ്രായം പറയാൻ നമുക്കിതിനെ നിയമമൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ LLB പഠിച്ച ആളല്ല. സാധാരണക്കാരിങ്ങനെ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ടാവില്ല. അപ്പോൾ അതിനെതിരെ അല്ല, എല്ലാവരും സൂക്ഷിക്കുകയല്ല. ഇപ്പോൾ ചുമ്മാ ഇരുന്നാലും മതി. മൊബൈൽ ഫോണിൽ വരുന്ന SMS എടുത്താൽ തന്നെ നമ്മളെ കാശ് ബാങ്കിൽ കിടക്കുന്ന പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും പറ്റിപ്പുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നേ പറയാനുള്ളൂ. വേറെ അഭിപ്രായമൊന്നും പറയാനില്ല. എപ്പോഴും സൂക്ഷിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഒരു 5 പ്രാവശ്യം ആലോചിക്കുക. ഈ SMS ഒക്കെ വരുമ്പോൾ അത് കണ്ടുകൊണ്ട് അതിലും പിടുത്തിലൊന്നും പിടിച്ച് ഞെക്കരുത്. ഞെക്കിയാൽ ബാങ്കിൽ കിടക്കുന്ന കാശും ഗൂഗിൾ പേയും എല്ലാം പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകൾ എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ കുറ്റം പറയാൻ പറ്റുമോ? റിട്ടയർ ചെയ്ത ജഡ്ജി വരെ 80 ലക്ഷം രൂപ കബളിപ്പിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഷെയർ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടക്കും. അത് അവരവർ ശ്രദ്ധിക്കുക. അവനവൻ്റെ കാര്യങ്ങൾ അവരവർ ശ്രദ്ധിക്കുക. നമ്മൾ പിന്നെ കുറ്റം പറഞ്ഞിട്ടോ പോലീസിനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഈ ലിങ്ക് ബസ്സുകളും പ്രീമിയം ബസ്സുകളും ഒക്കെ AC പ്രീമിയം ഒക്കെ വന്നപ്പോൾ എന്തുകൊണ്ടാണ് അഞ്ചൽ പുനലൂർ പോലെ 2 ടൗണുകളെ ഒഴിവാക്കി? ഇല്ല, വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അല്ല, ലിങ്ക് ബസ് എന്ന് പറയുന്നത് അല്ല, AC പ്രീമിയം അതൊക്കെ വരും. പുതിയ വണ്ടികൾ വരും. 13 വണ്ടിയല്ലേ വന്നുള്ളൂ. ഇനി വരാൻ കിടക്കില്ല ഇഷ്ടംപോലെ വണ്ടികൾ. വരട്ടെ. ആദ്യം വരുന്ന വണ്ടികൾ ആദ്യം ഉപയോഗിക്കുകയാണ്. അല്ല, അഞ്ചൽ പുനലൂരിനെ ഒഴിവാക്കിയെന്ന് പറയരുത്. അഞ്ചൽ പുനലൂരിൽ അങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട റോഡിൽ ഇത്രയും പ്രൈവറ്റ് ബസ് ഓടുന്നിടത്ത് അതിൻ്റെ കൂടെ KSRTC ഓടിക്കണം. അഞ്ചൽ പുനലൂർ പോകുന്ന പ്രൈവറ്റ് ബസ് അങ്ങ് നിർത്തിയിട്ട് ഞാൻ KSRTC ഓടിച്ചുതരാം. 50 KSRTC ബസ് ഓടിച്ചുതരാം. നിർത്തി തരാം. നിങ്ങൾ ബസ്സും പ്രൈവറ്റ് ബസ് നിർത്തുന്നാൽ ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ഇടയിൽ കൂടെയുള്ള മത്സരം ഇല്ല എന്ന് പരസ്യമായി പറയുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സുമായിട്ട് മത്സരിക്കലല്ല KSRTCയുടെ ജോലി. KSRTC ഓടേണ്ട അടുത്ത് ഓടും. പ്രീമിയം എയർ കണ്ടീഷൻ ബസ്സൊക്കെ അഞ്ചൽ വഴി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ട് രാത്രി 1:15 തിരുവനന്തപുരത്തിനടുത്ത് കട്ടപ്പനയ്ക്ക് പോകുന്ന ബസ്. അത് ശരിക്കും 20 വർഷമായിട്ട് ഇതുവഴി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മല്ലപ്പള്ളി ബസ്സാണ്. ഞങ്ങളെല്ലാവരും സ്ഥിരമായി ആശ്രയിക്കുന്ന ഒരു ബസ്സാണ്. അതിന് മുന്നിൽ ഒരു 15 മിനിറ്റ് ഗ്യാപ്പിൽ പുതുതായിട്ട് ബസ് തുടങ്ങുന്നത്. ഇപ്പോൾ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മല്ലപ്പള്ളി ഇല്ല, അത് ഓരോന്നും എടുത്ത് ചോദിച്ചാൽ പറയാൻ ഞാൻ പറ്റത്തില്ല. ഞാനല്ലോ ഷെഡ്യൂളിങ്ങിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഞാൻ ചോദിച്ചു പറയാം. അല്ലാതെ നിങ്ങൾ ക്യാമറ തുറന്ന് വെച്ച് ആ ബസ് ഓടിയാൽ ഇതിൻ്റെ മുമ്പിൽ 15 മിനിറ്റ് മുമ്പ് വണ്ടി ഓടിയാൽ എങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഉത്തരം പറയുന്നത്. അത് എഴുതിത്താൽ ഞാൻ പരിശോധിക്കും. അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് അഭിപ്രായം പറയാനൊക്കത്തില്ല. ഓടിക്കത്തില്ലെന്നും പറയാനൊക്കത്തില്ല, ഓടിക്കുമെന്നും പറയാനത്തില്ല. എന്താണെന്നുള്ള കാര്യം ഉദ്യോഗസ്ഥൻ എഴുതി തന്നാൽ ഞാൻ പരിശോധിച്ചിട്ട് പറയും. അങ്ങനെ ഒരു വണ്ടിയുടെ കളക്ഷൻ പോകുന്ന തരത്തിൽ വണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ഓടിക്കരുന്നവരോട് പറയും. അത് നോക്കാം. അതെനിക്കറിയത്തില്ല. കാണാത്ത 1:30 മണിക്ക് ഞാൻ ഉണർന്നിരിക്കുന്ന സമയമല്ല അനിയ.